DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുമൊക്കെ പ്രത്യേക അറിയിപ്പുകളൊന്നുമില്ലാതെയാണ് ഇപ്പോൾ ആനുകൂല്യങ്ങളുടെ വിതരണം ആരംഭിക്കുന്നത്. മാർച്ച് 20-ന് 18 ലക്ഷത്തോളം വരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻകാർക്ക് മാർച്ച് മാസത്തെ 1000 രൂപയുടെ വിതരണവും പ്രത്യേകിച്ച് ഒരു അറിയിപ്പുമില്ലാതെയാണ് നടത്തിയിരുന്നത്. അക്കൗണ്ടിൽ 1000 രൂപ ക്രെഡിറ്റായ മെസ്സേജുകൾ വന്നപ്പോഴാണ് അധികം പേരും പെൻഷൻ വിതരണത്തെക്കുറിച്ച് അറിഞ്ഞത്. മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണവും ഇത്തരത്തിൽ പ്രത്യേക അറിയിപ്പുകളൊന്നുമില്ലാതെ തന്നെയായിരിക്കും എത്തിച്ചേരുക. ഇനി മുതൽ വിതരണം ചെയ്യുന്ന മാർച്ച് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള വിശദമായ അറിയിപ്പിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. സംസ്ഥാനത്ത് മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണ പ്രഖ്യാപനം ഏതാനും ദിവസം മുമ്പായിരുന്നു എത്തിയത്. നേരത്തെ 3 മാസത്തെ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിരുന്നെങ്കിലും അതിൽ വിതരണം ചെയ്യുന്ന തീയതി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസമായിരുന്നു മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണ തീയതി പ്രഖ്യാപനം എത്തിയത്. മാർച്ച് മാസത്തെ പെൻഷൻ മാർച്ച് 25 മുതൽ, അതായത് ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നാണ് അറിയിപ്പിൽ പറഞ്ഞത്. പെൻഷൻ വിതരണത്തിനുള്ള പണം കണ്ടെത്താൻ ഇന്നലെ 3700 കോടി രൂപ റിസർവ് ബാങ്ക് വഴി കടമെടുത്തിരുന്നു. അതിനാൽ തന്നെ ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുക. മാർച്ച് 20-ാം തീയതിയായിരുന്നു സ്ത്രീ സുരക്ഷാ പെൻഷന്റെ 1000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. മുന്നറിയിപ്പൊന്നുമില്ലാതെയായിരുന്നു ഈ തുക അക്കൗണ്ടിലേക്ക് എത്തിയത്. അതിനാൽ തന്നെ തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷനും മുന്നറിയിപ്പൊന്നുമില്ലാതെയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക. മാർച്ച് മാസത്തെ 2000 രൂപയാണ് ഇന്നു മുതൽ വിതരണം ചെയ്യുക. അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കാണ് ഇന്ന് തുക ക്രെഡിറ്റ് ആവുക. വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം നാളെയോ മറ്റന്നാൾ മുതലോ ഒക്കെയായിരിക്കും സജീവമാവുക. അതോടൊപ്പം പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർക്ക് 200, 300, 500 എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ഇന്ന് അക്കൗണ്ടുകളിലേക്ക് എത്തുക. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ PFMS സംവിധാനം വഴി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ തുക ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതാണ്. പ്രത്യേകിച്ച് മുന്നറിയിപ്പൊന്നുമില്ലാതെയാണ് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകളുടെ വിതരണം തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ നടക്കുന്നത്. അതിനാൽ മാർച്ച് മാസത്തെ പെൻഷനായ 2000 രൂപ അക്കൗണ്ടുകളിൽ ലഭിച്ചിട്ടുള്ളവർ അക്കാര്യമൊന്ന് കമന്റായി രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഏപ്രിൽ മാസത്തെ പെൻഷനായ 2000 രൂപയുടെ വിതരണം മാർച്ച് 31 മുതലാണ് ആരംഭിക്കുക. വിഷുവിന് മുൻപ് തന്നെ പെൻഷൻ തുക ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുവാൻ വേണ്ടിയാണ് മാർച്ച് 31-ന് തന്നെ ഏപ്രിൽ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുന്നത്. വിഷു, ഈസ്റ്റർ ഒക്കെ പ്രമാണിച്ചാണ് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക നേരത്തെ വിതരണം ചെയ്യുന്നത്. എന്തായാലും 6-7 ദിവസങ്ങളുടെ ഇടവേളയിൽ 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 4000 രൂപയോളമാണ് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കുമായി ലഭിക്കുക. ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്ക് ഏതാനും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ 2 തവണ 2000 രൂപ എത്തിച്ചേരുമ്പോൾ വീടുകളിലേക്ക് സഹകരണ ജീവനക്കാർ വഴി പെൻഷൻ ലഭിക്കുന്നവരിൽ കുറേ പേർക്കെങ്കിലും 2 മാസത്തെയും പെൻഷൻ തുക ഒരുമിച്ച് ജീവനക്കാർ കൈകളിൽ തരുന്ന സാഹചര്യവും ഉണ്ടാകും. വീടുകളിലേക്കുള്ള വിതരണം പൂർത്തിയാകുവാൻ 7 മുതൽ 10 ദിവസം വരെയൊക്കെ എടുക്കുന്ന സാഹചര്യത്തിലാണ് പലർക്കും മാർച്ച് ഏപ്രിൽ മാസത്തെ പെൻഷൻ തുക ഒരുമിച്ച് തന്നെ കൈകളിൽ എത്തുവാൻ പോകുന്നത്. ഇലക്ഷൻ നടക്കുന്ന മാർച്ച് 9-ന് മുമ്പ് തന്നെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മാർച്ച് മാസത്തെ പെൻഷൻ വിതരണം ഏതാണ്ട് പൂർണ്ണമായും ചെയ്തു കഴിയുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ പെൻഷൻ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.